ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും മാനിച്ചിരുന്ന ഒരു രാജ്യത്ത് ഇത് മതമൗലികവാദം വേരൂന്നുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മതപരമായ വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളുടെ ഇടപെടലുകൾ ആഗോളതലത്തിൽ തന്നെ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മതപ്രഭാഷകരും പുരോഹിതന്മാരും ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും തന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. എന്നാൽ ബംഗ്ലാദേശിലെ ചില ഇസ്ലാമിക പണ്ഡിതർ ഈ അവകാശത്തിന് മേൽ മതപരമായ വിലക്കുകൾ ഏർപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഹിന്ദുക്കളായ സ്ഥാനാർത്ഥികൾക്കോ ഇസ്ലാം മതത്തിന് പുറത്തുള്ള കാഫിറുകൾക്കോ വോട്ട് ചെയ്യുന്നത് ഹറാം അഥവാ മതപരമായി നിഷിദ്ധമാണെന്ന് ഇവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. മതപരമായ ചടങ്ങുകൾക്കിടയിലും പ്രഭാഷണങ്ങൾക്കിടയിലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് സാധാരണ വിശ്വാസികളെ സ്വാധീനിക്കാനും ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് കേവലം ഒരു മതപരമായ അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് ജനാധിപത്യത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. വോട്ട് നൽകുന്നത് നിഷിദ്ധമാക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്.